അതെ, ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കേട്ടോ, സർവീസൊന്നും. അപ്പം നേരെ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങി. ഇതാണ് എൻ്റെ പറമ്പ് കേട്ടോ. അപ്പം അമ്മ അവിടെ മറ്റേ കുമ്പളങ്ങ പൊട്ടിക്കാൻ നിൽക്കുമായിരുന്നു. എന്നാൽ ഞാൻ അമ്മയെ സഹായിക്കാൻ നിന്നു. നോക്കുമ്പോൾ മുകളിലൊക്കെയാണ് കുമ്പളങ്ങ നിൽക്കുന്നത്. അത് പൊട്ടിച്ചെടുക്കുക പറഞ്ഞ് കുറച്ച് റിസ്ക് ആട്ടോ, കാരണം താഴെ വീണാൽ പൊട്ടിപ്പോവുകയും ചെയ്യും, നോക്കിയെടുക്കണം. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പൊട്ടിച്ചിട്ടും ഇത് കടയിൽ കൊടുക്കുമ്പോൾ ആർക്കും അങ്ങനെ വേണ്ട കേട്ടോ, തീരെ വിലയും കിട്ടാത്ത സാധനമാണ്. കൂട്ടി നോക്കിയപ്പോൾ ഇത്ര എണ്ണം നമുക്ക് കിട്ടിയിട്ടോ കുമ്പളങ്ങ. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ എവിടെയൊക്കെ ഒളിഞ്ഞിരിക്കുമായിരുന്നു. 9 എണ്ണം കിട്ടിയിട്ടോ. അതിൽ ഒന്ന് ചെറുതാണ്, അത് മാറ്റണം. ഇനി ഇതൊക്കെ ഇനി ചാക്കിൽ പെറുക്കി കൂട്ടിയിട്ട് കടയിൽ കൊണ്ടുപോയി വെക്കലാണ് ഈ പൊട്ടിയിലേക്കാട്ടും കൂടുതൽ ടാസ്ക്. ചാക്കിലൊക്കെ വെച്ചു. ഈ സാധനം എല്ലാവരും വേണ്ട വേണ്ടെന്ന് പറയുമെന്ന് വെച്ചാൽ അവർക്ക് ചിലവൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ പറയും വേണ്ട വേണ്ടെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യും, വില തീരെ കിട്ടൂല. ഇനി സെൻറ്ററിൽ ഇങ്ങനെ ഓരോരോ കടയിലും കയറി നമ്മൾ ചോദിക്കണം വേണോ വേണോ എന്ന്. കാരണം ഒരു തുള്ളി വളമിടാത്ത സാധനം കേട്ടോ. അപ്പോൾ ചേട്ടൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ആൾ തൂക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സംഭവം കുഴപ്പമില്ല കേട്ടോ. നമ്മൾ 9 എണ്ണം പൊട്ടിച്ചു. ഒരു ചെറുതില്ല, ആ വീഡിയോയിൽ ലാസ്റ്റ് കണ്ടത്, അത് വീട്ടിലെടുത്തു. ബാക്കി ഇത് ഈ 2 എണ്ണം എടുത്തില്ല, കാരണം അത് വെയിറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പോവില്ല പറഞ്ഞു. അപ്പോൾ 9-ന്ന് 1 പോയ 8, 8-ന്ന് പോയ 6 എണ്ണം. 6 എണ്ണം കുമ്പളങ്ങ കൊടുത്തിട്ട് നമുക്ക് 150 രൂപ ഉണ്ട്. 150 രൂപ കിലോയ്ക്ക് 15 രൂപ വെച്ചിട്ട് കിട്ടി. 150 രൂപ കുഴപ്പമില്ല. ഇത് നമ്മൾ നട്ടതൊന്നല്ല, ജസ്റ്റ് ആ വിത്ത് ഒന്ന് പറമ്പക്കൂടെ വെറുതെ ചെയ്തതാണ്. നമ്മൾ വളമോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ആ കവുങ്ങ് ഇടുന്ന ചാണകവും കാര്യങ്ങളാണ് ഇത് വലിച്ചെടുത്തത്. അപ്പോൾ 150 രൂപ കിട്ടി. ഇതിന് മുന്നും വിറ്റുണ്ടായിരുന്നു, അന്ന് അത്രയും 350 രൂപ മറ്റേ കിട്ടിയിരുന്നു. കുഴപ്പമില്ല. പിന്നെ പോയത് നേരെ തൃശ്ശൂർക്കാട്ടും ടെക്സ് മാറ്റണമായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും വന്നില്ല. അപ്പോൾ പുതിയ സ്പെക്സ് ബുക്കായിട്ട് 2 എണ്ണം